നമസ്കാരം. മറുനാടും മലനാടും നോക്കത്താ ദൂരത്തോളം കിടക്കുന്ന വിജനമായ സ്ഥലത്ത് ഒരു പ്രതീക്ഷയുമില്ലാതെ വന്നിറങ്ങി ജീവിതം കെട്ടിപ്പടുത്ത എത്രയോ മലയാളികൾ. അവരെക്കുറിച്ചാണ് മറുനാടും മലനാടും. ഏതെല്ലാം തരത്തിലുള്ള ബിസിനസ്സുകളാണ് നമ്മൾ ദുബായിൽ വന്ന് പരിചയപ്പെട്ടത്. ഇന്ന് നമുക്ക് പുതിയൊരു ബിസിനസ്സിനെ കുറിച്ചറിയാം. നമ്മളൊരു ബിൽഡിംഗ് കാണിച്ചു കൊടുത്താൽ അതിനെ ഒരു മനോഹരമായ സ്റ്റാർ ഹോട്ടലാക്കി കൊടുക്കും. മെട്രോ ഹോട്ടൽ എക്യുപ്മെൻറ്റ് സപ്ലൈസ്. ശ്രീ ജോൺസൺ പോളാണ് അതിൻ്റെ MD. യു ജസ്റ്റ് നെയിം ഇറ്റ്, വി മേക്ക് ഇറ്റ് എ ഹോട്ടൽ. ഇതാണ് അവരുടെ ആപ്തവാക്യം. നമുക്ക് ആ ബിസിനസ്സിനെ കുറിച്ചറിയാം. മാത്രമല്ല, മെട്രോയ്ക്ക് കേരളത്തിൽ എറണാകുളത്തും ബ്രാഞ്ചുണ്ട്. എന്താണ് ഈ പുതിയ ബിസിനസ്സിൻ്റെ രീതികൾ നമുക്ക് ജോൺസൺ പോൾ സാറിൽ നിന്നും അറിയാം. ഞാൻ ദുബായിൽ പ്രവാസി ജീവിതം ആരംഭിച്ചിട്ട് 20 വർഷത്തോളമായി. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് താജ്മഹൽ ഹോട്ടൽ ബോംബെയിൽ നിന്നാണ്. ഓൾമോസ്റ്റ് ഒരു 2.5 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം ഞാൻ താജ്മഹൽ ഹോട്ടലിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഗ്രൂപ്പുകളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മളുടെ താജ് മലബാർ കൊച്ചിൻ അതിൻ്റെ ഓപ്പണിങ്ങിലും കൂടി എനിക്ക് ഭാഗമായാൽ എനിക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങളിവിടെ ചെയ്യുന്ന ബിസിനസ് ഹോട്ടൽ സപ്ലൈസ് ആണ്. ടുഡേ വി ആർ വെരി സക്സസ്ഫുൾ ഇൻ അവർ ബിസിനസ്. മെട്രോ ഹോട്ടൽ സപ്ലൈസ് അല്ല ആദ്യം തുടങ്ങിയത്. ചെറിയ ഒരു മുതൽ മുടക്കിലാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്. ഞങ്ങളുടെ യൂണിഫോംസ് മാത്രമായിട്ടാണ് ഞാൻ തുടങ്ങിയത്. UAE വളർച്ചയിൽ എനിക്കും ഭാഗമാകാൻ പറ്റി. അതുകൊണ്ടാണ് പിന്നീട് എൻ്റെ മൈൻഡ് മാറി ഹോട്ടലിൻ്റെതായിട്ടുള്ള 1 സ്റ്റോപ്പ് ഷോപ്പ് ഫെസിലിറ്റി എന്നുള്ള രീതിയിലേക്ക് എൻ്റെ മൈൻഡ് മാറാൻ കാരണമായത്. അപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ എന്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ബിക്കോസ് ഐ ആം എക്സ്പീരിയൻസ് പേഴ്സൺ. അതാണ് ഇന്ന് എന്നെ സക്സസ്സിലേക്ക് എത്തിച്ചത്. വി ഹാവിങ് ഓൾമോസ്റ്റ് അറൗണ്ട് 60 സ്റ്റാഫ് വർക്കിംഗ് വിത്ത് അസ്. അവർ ഫോക്കസ് ഈസ് 1 സ്റ്റോപ്പ് ഷോപ്പ് ഫെസിലിറ്റിയാണ്. ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് 4 and 5 സ്റ്റാർ ഹോട്ടൽസ് ആണ്. ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഓഫ് ക്രോക്കറി, കട്ട്ലറി, ദെൻ ഗ്ലാസ് വെയർസ്, ബെഡ് ലിനൻ, ടേബിൾ ലിനൻസ്, സൈനേജ്, ദെൻ യു നെയിം ഇറ്റ്, ഫ്രണ്ട് ഓഫീസ് ട്രോളീസ്, ഹൗസ് കീപ്പിംഗ് ട്രോളീസ്. You name the products you can see and you can select and you can make a deal on going project which will help you. ഞങ്ങളെ പോലുള്ള കമ്പനികൾ വേറെയുണ്ട്. പക്ഷേ we are one of the leading hotel supplier in UAE, not only entire Middle East. ഞങ്ങളുടെ ഒരു മേജർ ക്ലയൻറ്റ് വന്നിട്ട് എമിറേറ്റ്സ് എയർലൈൻ ആണ്. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ഹയത്ത് റീജൻസി, ഗ്രാൻഡ് ഹയത്ത്, റൊട്ടാന ഹോട്ടൽസ്, മൂവൻ പിക്ക് ഹോട്ടൽസ്, യു നെയിം ദി ഹോട്ടൽ, ഞങ്ങൾ ആ എല്ലാ ഹോട്ടൽസിലും ഞങ്ങളുടെ പ്രൊഡക്ട്സ് പോകുന്നുണ്ട്. We are specialized in furnishing the 4 and 5 star hotels. നമ്മൾ ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കുറേ അറിയപ്പെടാത്ത കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റുകളിൽ തന്നെ പലതരം ക്വാളിറ്റികൾ ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മെലാമിൻ പ്ലേറ്റ്സ്, നമ്മൾ അറിയാണ്ട് പോകുന്നൊരു സത്യമുണ്ട്. ആ മെലാമിൻ പ്ലേറ്റുകളിൽ തന്നെ യൂറിയ എന്ന് പറയുന്ന ഒരു കണ്ടൻസ് ഉണ്ട്, വിച്ച് കോസ് അസ് ക്യാൻസർ. അപ്പോൾ നമ്മളിത് അറിയാതെ ആണ് ഈ പ്ലേറ്റുകളെല്ലാം നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര പോർസലിൻ വെയർ ഉപയോഗിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ടത്, ഒരു കാരണവശാലും ക്വാളിറ്റി അല്ലാത്ത മെലാമിൻ പ്ലേറ്റുകളിൽ നമ്മളുടെ കുട്ടികൾക്ക് ഒരു കാരണവശാലും അങ്ങനെയുള്ള ഫുഡ് വിളമ്പി കൊടുക്കരുത്. പ്രത്യേകിച്ച് ചൂടുള്ള ആഹാരം, വിച്ച് കോസ് അസ് എ ക്യാൻസർ. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന പോർസലിൻ, നമുക്കെല്ലാവർക്കും അറിയാം ഹോട്ടലിൽ എല്ലായ്പ്പോഴും നൈഫ്, കട്ട്ലറി, ക്രോക്കറി ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നൈഫ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം ആ പ്ലേറ്റുകൾ മുഴുവൻ നമുക്ക് സ്ക്രാച്ചസ് കാണാൻ പറ്റും.
അങ്ങനെയുള്ള സ്ക്രാച്ചസ് ഉണ്ടായാൽ അതും നമ്മളുടെ ജീവിതത്തിന് ഹാനികരമാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റിക്കൊണ്ടാണ് സ്പെഷ്യലി നമ്മുടെ 4 and 5 സ്റ്റാർ ഹോട്ടൽ ഉപയോഗിക്കുന്ന ക്രോക്കറികളായാലും കട്ട്ലറികളായാലും. കട്ട്ലറി എന്ന് പറയുമ്പോൾ ഈ കട്ട്ലറി നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അറ്റഭാഗത്ത് റസ്റ്റിംഗ് നമ്മൾ കാണുന്നുണ്ടാവും. അത് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ഈ വില കുറഞ്ഞ കട്ട്ലറികൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള കട്ട്ലറികളാണോ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന കട്ട്ലറികൾ, ഞങ്ങൾ കൊടുക്കുന്ന കട്ട്ലറികൾ 1810 പ്യുവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ, നെവർ റസ്റ്റിംഗ്, അങ്ങനെയുള്ള കട്ട്ലറികളാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ 4 and 5 സ്റ്റാർ ഹോട്ടലിൽ കൊടുക്കുന്ന പ്ലേറ്റുകൾ അതെല്ലാം ഡബിൾ ഗ്ലേസ്ഡ് ആയിട്ടുള്ള പോർസിലിൻ വെയറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അറിയാം, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ 10 തരം പ്ലേറ്റുകൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ 10 തരം നമ്മൾ ചായ കുടിക്കുന്ന കപ്പ് സോസറുകൾ കാണാൻ പറ്റും. അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് ഞങ്ങൾക്ക് 15 വർഷത്തെ കോൺട്രാക്റ്റ് ഞങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മളുടെ റെസ്റ്റോറൻറ്റ് സംബന്ധിച്ചിടത്തോളം 100 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള റെസ്റ്റോറൻറ്റിലാണെങ്കിൽ ഒരു 10 പ്ലേറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ 10 പ്ലേറ്റുകൾ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് പോയിട്ട് ഒരു 10 പ്ലേറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റിൽ അടുത്ത ആ സെയിം പ്ലേറ്റുകൾ അവൈലബിൾ ആവണമെന്നില്ല. സോ നമ്മൾ ഫോഴ്സ് ടു ബൈ വാട്ട് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സെഗ്മെൻറ്റ് വരുന്നത് നമ്മുടെ ടവല്, ബെഡ്ഷീറ്റ്സ്. ഒരു ആവറേജ് സൈസ് എന്ന് പറയുന്ന ടവല് ഒരു 70 സെൻറ്റിമീറ്റർ ബൈ 140 സെൻറ്റിമീറ്റർ ടവലാണ് സാധാരണ ഒരു 4 and 5 സ്റ്റാർ ഹോട്ടൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് സ്റ്റാൻഡേർഡുള്ളൊരു വെയ്റ്റും ഈ ടവലുകൾക്ക് ഉണ്ടാകും. ഒരു 70 by 140 സെൻറ്റിമീറ്റർ ഉപയോഗിക്കുന്ന ടവലിന് അതിനൊരു മിനിമം ഒരു 650 ഗ്രാമുള്ള ടവലുകളുണ്ടാവും. അങ്ങനെയുള്ള ടവലുകൾ ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ ഡ്യൂറേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂറേഷൻ നമുക്ക് വളരെയധികം കൂടുതൽ കിട്ടും. പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയ പ്രത്യക്ഷത്തിലുള്ള ടവലുകൾ വാങ്ങിച്ച് ഹോട്ടലിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് വളരെ കുറവായിരിക്കും. ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ടവലുകൾ മാറ്റേണ്ടി വരും. അതോടൊപ്പം തന്നെ ബെഡ്ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ കഴിയുന്നത്ര 100% കോട്ടൺ ബെഡ്ഷീറ്റുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും നമ്മളുടെ ബോഡിയും ബെഡ്ഷീറ്റ് അതായിട്ട് എപ്പോഴും ഉറക്കത്തിലായാലും എപ്പോഴായാലും നമ്മൾ വളരെയധികം അടുത്ത് ചേർന്ന് നിൽക്കുന്നതാണ് ഈ ബെഡ്ഷീറ്റ്, പില്ലോ കേസ് അങ്ങനെയുള്ളതെല്ലാം. ആ ബെഡ്ഷീറ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് അറിയേണ്ട ഒരു പ്രത്യേക കാര്യം, നമ്മൾ ആ ബെഡ്ഷീറ്റിലൂടെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ചെറിയ ഉണ്ട കാണാൻ പറ്റും. ദാറ്റ്സ് കോൾഡ് ഫെർ എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത്. അങ്ങനെയുള്ള ബെഡ്ഷീറ്റുകൾ അത് ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ബെഡ്ഷീറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഏച്ചിങ്ങോ അങ്ങനെയുള്ള മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ബ്ലാങ്കറ്റ്. ഒരു പ്രത്യേക ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ബ്ലാങ്കറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും നമ്മുടെ ബ്ലാങ്കറ്റ് ഡയറക്റ്റ്ലി നമ്മൾ ഒരിക്കലും പുതയ്ക്കാൻ പാടില്ല. ഈ ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ വളരെ കനം കുറഞ്ഞ കോട്ടൺ ബെഡ്ഷീറ്റ് കൊണ്ട് നമ്മൾ ആദ്യം നമ്മളെ പുതയ്ക്കുക, അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാങ്കറ്റ് ഇടുക. അതോടൊപ്പം തന്നെ കിച്ചണിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടുകൾ എപ്പോഴും നമ്മൾക്ക് അതിൻ്റെ അടിയിൽ അതിൻ്റെ ബോട്ടത്തിൽ തിക്കായിട്ടുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് കത്ത് പിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയും പുകയ്ക്കുക അല്ലെങ്കിൽ പുക ചൊയ്ക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിയിൽ വെച്ചേക്കുന്ന പ്ലേറ്റ്, ആ പ്ലേറ്റാണ് ഹീറ്റ് വലിച്ചെടുക്കുന്നത്. അതിനുശേഷം ഈ ഹീറ്റ് നമ്മുടെ കുക്കിംഗ് പോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റും കൂടും. അതോടൊപ്പം തന്നെ എന്താ പറയുക, പുകയ്ക്കോ അങ്ങനെയുള്ള യാതൊരു കാരണങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളുടെ വേറൊരു അഡ്വാൻറ്റേജ്, ഞങ്ങൾക്ക് ഹോട്ടൽ സപ്ലൈസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 2-3 ഡിവിഷൻസ് ഉണ്ട്. ഒരു ഡിവിഷൻ ഞങ്ങളുടെ യൂണിഫോം ഡിവിഷനാണ്. ഇന്ന് UAE-യിലും മസ്കറ്റിലും ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലുകളും ഞങ്ങളുടെ യൂണിഫോം വി ആർ ഡീലിംഗ് വിത്ത് ദാറ്റ്. യു നെയിം ദി ഹോട്ടൽ, കറൻ്റ്ലി വി ആർ ഗിവിംഗ് ദ യൂണിഫോം ഫോർ ഗ്രാൻഡ് ഹയാത്ത് ദുബായ്, ഹയാത്ത് റീജൻസി ദുബായ്, ഗ്രാൻഡ് ഹയാത്ത് മസ്കറ്റ്, പിന്നെ റൊട്ടാന ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്, ഷെറട്ടൺ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്. ദുബായിലുള്ള എല്ലാ ഗോൾഫ് ക്ലബ്ബുകളും, എമിറേറ്റ്സ് ഗോൾഫ് ക്ലബ്, ജുമേറ ഗോൾഫ് ക്ലബ്, ക്രീക്ക് ഗോൾഫ് ക്ലബ്, അതോടൊപ്പം തന്നെ ഞങ്ങളുടേതായിട്ടുള്ള ഓൺ ഡിസൈൻ ഉൾപ്പെടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോസ്ത കഫേ, അവരുടെ മൊത്തം യൂണിഫോം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ വലിയൊരു മേജർ അച്ചീവ്മെൻ്റ് ആണ്. ഞങ്ങൾ ചെയ്യുന്നത് 1 സ്റ്റോപ്പ് ഷോപ്പ് ഫെസിലിറ്റിയാണ്. ഉദാഹരണത്തിന് ഇവിടെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്.
ഇഫ് ദേ വാണ്ടഡ് ടു ഓപ്പൺ എ ഹോട്ടൽ അവർ ഞങ്ങളെ അപ്രോച്ച് ചെയ്യും. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും അതോടൊപ്പം തന്നെ ഞങ്ങൾ ആ ബിൽഡിങ്ങിനെ 4 and 5 സ്റ്റാർ ഹോട്ടലായിട്ട് ഞങ്ങളതിനെ കൺവേർട്ട് ചെയ്യും. അതാണ് ഞങ്ങളുടെ മുഖ്യധാര ബിസിനസ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഹോട്ടൽ അറ്റ്ലീസ്റ്റ് അറൗണ്ട് 200 റൂംസ് ഉള്ള ഒരു ഹോട്ടലാണ് നിങ്ങൾ ഫർണിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എം ടി ആയിട്ടുള്ള ബിൽഡിങ്ങിന് ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്ത് വി വിൽ മേക്ക് യു റെഡി ഫോർ ആൻ ഓപ്പറേഷൻസ്. അതിനുള്ള കപ്പാസിറ്റിയാണ് ഞങ്ങൾ ഇന്ന് മുന്നിൽ കാണുന്നത്. ദുബായിൽ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഒത്തിരി ഹോട്ടൽ ഇപ്പോൾ ഞങ്ങൾ റീസെൻ്റ്ലി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തൊരു പ്രൊജക്റ്റാണ് Movenpeak Hotel, which is around 300 rooms. We also do lot of projects in other countries like Kuwait, Saudi, പിന്നെ എത്തോപ്യ, താൻസാനിയ, കെനിയ, അങ്ങനെയുള്ള ഒത്തിരി സ്ഥലങ്ങളിലേക്ക്. ദുബായ് ആണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ്. ദെൻ വി ഹാവ് എ ഓഫീസ് ഇൻ ഒമാൻ ആൻഡ് ഇന്ത്യ ആസ് വെൽ. ഞങ്ങളുടെ ഇന്ത്യയിലുള്ള ഓഫീസ് കേരളത്തിൽ തന്നെ ലുലു മാളിൻ്റെ സൈഡിലാണ് ഞങ്ങളുടെ ഓഫീസ് തുടങ്ങിയിരിക്കുന്നത്. അതും നല്ല രീതിയിൽ കൂടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ അങ്കമാലിക്കടുത്ത് കറുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 89 കാലഘട്ടത്തിലാണ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മൂത്ത മോള് മെയ്സ ജോൺ, അവളുടെ കല്യാണം കഴിഞ്ഞു. മകൻ ഡോക്ടറാണ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ മെർദിഫിലാണ് താമസിക്കുന്നത്. നമ്മുടെ വീട് തൊട്ടടുത്താണ്. നമുക്കൊന്ന് വീട്ടിലേക്ക് പോയാൽ ജോൺസൺ പോൾ സാറിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഭാര്യ 2 മക്കളടങ്ങുന്ന സന്തുഷ്ട കുടുംബത്തിലേക്കാണ് നമ്മൾ വന്നത്. അവരുടെ വിശേഷങ്ങളാണ് ഇനി നമുക്കറിയാനുള്ളത്. മാഡം ലൂസി എന്നാണ് പേരെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് ഭാര്യയാണെന്നും പറഞ്ഞു. സത്യമാണോ? തീർച്ചയായും. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി എന്നെ ഇൻവോൾവ് ചെയ്യിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ, മറ്റുള്ള അക്കൗണ്ട്സ്, ഓൾ ഇൻ ഓൾ മോണിറ്ററിങ് ഞാൻ ചെയ്യുന്നുണ്ട്. മൂത്ത മകളാണല്ലേ? അതെ. ഇളയതായാലും ഒരു മകളേ ഉള്ളൂ അല്ലേ? അതെ. പേര് മെയ്സ. മൈസ അല്ല, മെയ്സ. ഞാൻ മെയിലാ ജനിച്ച, അതുകൊണ്ട് മെയ്സ. ജൂണിലായിരുന്നെങ്കിൽ അവരോട് ചോദിക്കണോ? ജൂണിലായിരുന്നെങ്കിൽ ജ്യൂസാണ്. പക്ഷെ നല്ല പേരല്ല മെയ്സ. എനിക്ക് തോന്നുന്നു വെരി റെയർ നെയിം. എന്റെ അനിയനും മെയില് തന്നെയാ ജനിച്ചത്. അപ്പൊ മെയ്സൺ എന്നാണ്? അല്ല, അങ്ങനെ മെയ്സൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വേറെ ജോലിയാണ്. നമുക്ക് അവിടേക്ക് പോവാം. അത് കൊള്ളാം. ഞാൻ മെയിൽ ജനിച്ച മകൾ മെയ്സയും മെയിൽ ജനിച്ച മകൻ മെയ്സനും കാർപ്പന്റർ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി ശരി. എന്താ ചെയ്യുന്നത്? ഞാൻ എമിറേറ്റ്സ് എംബിയിൽ വർക്ക് ചെയ്യുന്നു. ബാങ്കിലാണ്? ബാങ്കിലാണ്. ഇവിടുത്തെ ബാങ്കും നാട്ടിലെ ബാങ്കും തമ്മിലൊക്കെ എങ്ങനെ വ്യത്യാസം വല്ലതും ഉണ്ടോ? അവിടെ ബാങ്കിലൊക്കെ പോയിട്ടുണ്ടോ? നാട്ടിൽ ബാങ്കിൽ പോയിട്ടുണ്ട്. ബട്ട് അല്ലാണ്ട് എനിക്ക് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ എന്താ കസ്റ്റമർ ആയിട്ട് പോയിട്ടുണ്ടോ? യെസ്, കസ്റ്റമർ ആയിട്ട്. അപ്പോൾ എന്ത് തോന്നിയിട്ടുണ്ട്? അവരുടെ സർവീസ് ഇവിടുത്തെ സർവീസ് വ്യത്യാസം? കസ്റ്റമർ സർവീസസ് നാട്ടിലൊന്നും കൂടി അത്ര ഡെവലപ്മെന്റ് ആയിട്ടില്ല. ഇവിടെ മെയിൻലി കസ്റ്റമർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. സോ കസ്റ്റമേഴ്സിനെയാണ് ഫോക്കസ്. യാ, എക്സാക്ട്ലി. വിവാഹം കഴിഞ്ഞു? യെസ്. ഹസ്ബൻഡ് ഡോക്ടറാണ്. ഹി ഈസ് വർക്കിംഗ് ഇൻ വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ജോസഫ് ഫ്രാൻസിസ്. പേര്? മേബിൻ. മേബിൻ അതിനെന്താ അർത്ഥം? മെയ് മാസത്തിൽ ജനിച്ചാണെന്ന് പറഞ്ഞു രണ്ടുപേരും. മേബിൻ സാറ് തന്നെ അതിനെ കുറിച്ച്? മെയ്ബിൻ എന്ന് പറയുന്നത് മെയിൽ ജനിച്ചത് കൊണ്ട് മെയ് എന്ന് പറഞ്ഞൊരു ഷോർട്ടാണ്. അപ്പോൾ ലൈക്ക് നമ്മുടെ വെരി കോമൺ ആയിട്ടുള്ള പേരുകളുണ്ട്. വിപിൻ, അങ്ങനെയുള്ള. അപ്പോൾ ഒരു IN ഏടിയാണ്. സോ ഇറ്റ്സ് ബിക്കം മെയ്ബിൻ. ദർ ഇസ് നോ മീനിങ്. പക്ഷെ ഒരു നല്ല പേരാണെന്ന് പിന്നീട് എല്ലാവരും. നല്ല പേരാണ്. മെയ്ബിൻ MBA പഠിക്കുന്നു. BBA പഠിക്കുന്നു. നാട്ടിൽ പോകുമ്പോ എങ്ങനെ
ആരൊക്കെ ഉണ്ടോ അവിടെ? ഫ്രണ്ട്സ് ഉണ്ടോ, കസിൻസ് ഉണ്ടോ, എങ്ങനെയാണ്? നാട്ടിൽ പോയാൽ മിക്കതും ബോറടി തന്നെ. ബോറടി തന്നെ. നാട്ടിൽ ബോറടിയാണ്? അല്ല, ബോറടി അതന്നെ, നാട്ടിൽ ബോറടിയാണ്. ഇവിടെയാണ് നല്ലത്. അതെന്താ അവിടെ ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ടോ? ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല. നമ്മുടെ അച്ഛൻ്റെ നാട് അമ്മയുടെ നാട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ഫീലിംഗ് വേണം. നാട്ടിൽ പോകാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ചേഞ്ച് ആയിക്കാൻ നാട്ടിൽ പോകാൻ രസമുണ്ട്. ഇവിടെ കുറച്ച് ചൂടാകുമ്പോൾ അങ്ങോട്ട് പോവാം, അങ്ങനെയാണ്. ഓക്കെ സാറേ, ഇവരായിട്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു. അന്നൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു പക്ഷേ അംബീഷൻ ഉണ്ടായിരിക്കും, നമ്മളൊരു ഒരു എയിം ഉണ്ടായിരിക്കും, ഒരു തീർച്ചയായിട്ടും. അതായത് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഒരു ജോലി വേണം, കാരണം നമുക്കും ഒരു ജോലി വേണം എന്നുള്ള ചിന്താഗതിയിലാണ് താജ്മഹൽ ഹോട്ടലിൽ ഞാൻ ആദ്യം എൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ഭാഗ്യം ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ടാവും, ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പപ്പ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ നിലയിലെത്താൻ വേണ്ടി. അതിന് ദൈവം it's a pay off to his hard work. ഇതൊന്നും ചുമ്മാതെ വെറുതെ അല്ല, തീർച്ചയായിട്ടും. ബിക്കോസ് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സോ I just started my career. അതുകൊണ്ട് എനിക്കറിയാം എന്തോരം ഹാർഡ്ഷിപ്പ്. ആൻഡ് ഐ ഹവ് സീൻ പാരൻസ്, മമ്മയാണെങ്കിലും പപ്പയാണെങ്കിലും എത്രത്തോളം ഹാർഡ്ഷിപ്പ് എടുത്തിട്ടാണ് ഇന്ന് ഈ സ്റ്റേജിലെത്താൻ പറ്റുന്നതെന്ന് ഞങ്ങൾ 2 മക്കളും അറിഞ്ഞിട്ട് ഇനി വളർന്നു. മോള് ഇങ്ങനെ വാച പഠിക്കാൻ വേണ്ടി മാത്രം വളർത്തിയതാണ്? ഇല്ല, അവള് എല്ലാത്തിലും സ്മാർട്ടായിട്ട് തന്നെ വന്നിരിക്കുന്നു. She is actually very smart, very very smart. ഇനിയിപ്പോ ഒരു കാര്യം ഞാൻ മോളും പപ്പയോട് അങ്ങോട്ടും പുകഴ്ത്തിക്കൊണ്ടില്ല. Because അവളൊരിക്കലും അവളുടെ ഈവൻ ഡ്യൂറിങ് സ്റ്റഡി ആൾസോ ഒന്നിലും അവൾക്ക് ഇന്നവരെ തിരിഞ്ഞു നോക്കേണ്ട പോകുന്നില്ല. എവറി സ്റ്റെപ്പ് അവള് എല്ലാ കാര്യങ്ങളും ആക്യുറേറ്റ് ആയിട്ട് ചെയ്തു പോകുന്നു. മേബിനെ പോലുള്ള ഒരു മലയാളം മറക്കരുത്. മലയാളത്തെ സ്നേഹിക്കണം, മലയാളം നാടിനെ സ്നേഹിക്കണം. അപ്പം ആ ഒരു തീരത്ത് നിന്ന് ഈ ഒരു തീരത്തിലേക്ക് എത്തി എന്നുള്ളത് പപ്പയുടെ കഠിനാധ്വാനത്തിന്റെ ഫലം. ഒരുപക്ഷെ ആ അധ്വാനം ഒന്നും മേബിന് അറിയേണ്ടി വരത്തില്ല. പക്ഷെ ഒരു അധ്വാനം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ഒന്ന് പറയണം. ചരലുരുളുമ്പോൾ ഉരലുരുളില്ല എന്നൊന്ന് പറഞ്ഞ്. ഓക്കെ, റെഡി സ്റ്റാർട്ട്. ചരലുരുളുമ്പോൾ ഉരൽ ഉരുളില്ല, ചരലുരുളുമ്പോൾ ഉരൽ ഉരുളില്ല. ഉരുളില്ല എന്ന് പറയുന്ന ബ്രേക്കും കൂടെ ഒഴിവാക്കണം. ചരൽ ഉരുളുമ്പോൾ ഉരൽ ഉരുളില്ല, ചരൽ ഉരുളുമ്പോൾ ഉരൽ ഉരുളില്ല, ചരൽ ഉരുളുമ്പോൾ ഉരൽ ഉരുളില്ല. ചരൽ ഉരുളുമ്പോൾ ഉരൽ ഉരുളില്ല. കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ചരൽ ഉരുളുമ്പോൾ ഉരൽ ഉരുളില്ല. ചരൽ ഉരുളുമ്പോൾ ഉരുളില്ല, ചരൽ ഉരുളുമ്പോൾ ഉരുളില്ല, ചരൽ ഉരുളുമ്പോൾ ഉരുളില്ല. ചരല് ഉരുളുമ്പോൾ ഉരുളില്ല. ഒന്നും പാടില്ല. പതുക്കെ പറയരുത്, സ്പീഡിൽ പറയണം. ചരൽ ഉരുളുമ്പോൾ ഉരൽ ഉരുളില്ല. ചരൽ ഉരുളുമ്പോൾ ഉരുളില്ല. ചരൽ ഉരുളുമ്പോൾ ഉരുളില്ല. ഇത് നമ്മൾ ചുമ്മാ ജോക്കില്ല. ഇതിപ്പോ വളരെ റിലാക്സ് മൂഡിൽ ഇരുന്ന് ഒരു 5 മിനിറ്റ് നമ്മൾ സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കുടുംബമായിട്ട് നമ്മൾ ചേരുമ്പോൾ ഒരുപാട് ബിസിനസ് ഉണ്ട്, കാര്യങ്ങൾ ഒരുപാട്. വീട്ടമ്മ ആണെങ്കിൽ അതുപോലെ ജോലി, ബാങ്കിന്റെ കാര്യങ്ങൾ, അംബീഷൻ ഒന്നുമില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. വരുമ്പോഴേക്കും ദുബായിൽ നിങ്ങളെ മൃദിഫിൽ ഇവിടെ നിങ്ങളുടെ ഈ വീട്ടിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സാറിൻ്റെ ബിസിനസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇനിയും ഫ്ലറിഷ് ആയിട്ട് പോട്ടെ. ഞങ്ങൾക്ക് ഇനിയും ഇവിടെ വരാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശരി, അപ്പം ഞങ്ങളൊരു ചെറിയൊരു ഗിഫ്റ്റും കൂടെ തരികയാണ്. ഇത് പിടിക്കൂ. ഇത് ബെല്ലോ ബസ് കാർ റെന്റൽസ്. നമ്മുടെ ദുബായിൽ വെഹിക്കിൾസിന്റെ ഏതുതരം വെഹിക്കിൾസിന്റെ ആവശ്യങ്ങൾക്ക് സമീപിക്കാവുന്ന സ്ഥാപനമാണ്. നമുക്കൊരു ദോ ക്രൂസ് ഡിന്നർ, ഒരു ഫാമിലിക്കുള്ള ഒരു ഡിന്നറിന്റെ ഒരു കൂപ്പൺ തരുന്നുണ്ട്. ഒരു ദിവസം ദുബായ് ക്രീക്കിൽ പോയി ഒരു ഡിന്നറൊക്കെ ആസ്വദിക്കാം. വളരെ സന്തോഷം. വാചകങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അല്പം പാചകമാകാം. എന്തായാലും ആതിഥേയരാണ്, അല്ല നല്ല ആതിഥേയ മര്യാദയുള്ളവരാണ് മലയാളികൾ. പൊതുവെ വിദേശത്താകുമ്പോഴത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ടേസ്റ്റി ആയിട്ട് നമുക്ക് വേണ്ടി പ്രത്യേകം പ്രിപ്പയർ ചെയ്യാതെ പോകില്ല. ഇപ്പം നമ്മൾ അവർ അമ്മയും മകളും കൂടെ ചേർന്ന്, മകൾ വീട്ടമ്മയാണ്, പക്ഷേ മകൾക്ക് ഇതൊന്നും ചെയ്യാൻ അറിയത്തില്ല. ഇതിൻ്റെയൊക്കെ പേര് ചോദിച്ചാൽ പോലും കൃത്യമായിട്ട് പറയുമെന്ന് സംശയമുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക ഡിഷ് നമുക്ക് വേണ്ടി തയ്യാറാക്കുകയാണ്. ഇത് മലയാളികൾക്ക് പ്രിയപ്പെട്ടതാവണമെന്നില്ല, പ്രിയപ്പെട്ടതാകും, പക്ഷേ മലയാളികളുടെ സ്വന്തം ആവണമെന്നില്ല. എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ചിക്കൻ ലോലിപോപ്പ്. ചിക്കൻ ലോലിപോപ്പ്. The ingredients: chicken wings, cabbage is for garnishing, garlic paste, ginger paste, uppu,
egg white, corn flour, coriander leaves, chili powder, Kashmiri chili, coriander powder, turmeric powder, garam masala, color and lime juice. അപ്പോൾ നമ്മൾ എന്താണ് മേഡം ആദ്യം ചെയ്യുമ്പോൾ? ആദ്യം കുറച്ച് ജിഞ്ചർ പേസ്റ്റ് ആൻഡ് ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, കുറേ പൗഡറുകൾ ഇരിപ്പുണ്ട്. ആ ഗരം മസാല, പൗഡറുകളെല്ലാം ഉപ്പ് പാകത്തിന്. പാകത്തിന് കൈ കൊണ്ടിടുന്നത് നല്ലത്. കൈ കൊണ്ടിടുമ്പോഴാണ് ഒരു അളവ് കറക്റ്റ് അളവ് കിട്ടുള്ളൂ. മിക്സ് ചെയ്താൽ കൈ കഴിയാണല്ലോ. പിന്നെ കൈ നന്നായി വാഷ് ചെയ്തു. കുറച്ച് മല്ലിയില ഇടാം. ഒരു 2 പിഞ്ച് മല്ലിയില കുറച്ച് കൂടുതൽ ഇട്ടത് നല്ലതായിരിക്കും. കുറച്ച് എഗ് യോക്ക് മിക്സ് ചെയ്യണം. എഗ് യോക്ക്, കുറച്ച് കോൺഫ്ലവർ, കോൺഫ്ലവറും മുട്ടയുടെ വെള്ളയാണ്. വെള്ളയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചിക്കൻ പീസ് എടുത്തിട്ട് എടുക്കാൻ. നമ്മുടെ ഇത് ഇങ്ങനെ പാത്രം ഇരുന്ന് വിഷമിക്കുകയാണ്. ഓയിൽ ഹീറ്റ് ചെയ്യാം. ഓയിൽ ഒഴിക്കാം. ഒരു 1/2 സ്പൂൺ കളർ. കളറിന് വേണ്ടിയിട്ടാണോ കാശ്മീരി പൗഡർ? അല്ല, ഇത് കാശ്മീരി പൗഡർ എരിവ് കുറയാനും കുറച്ച് കളറും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ കളർ നമ്മൾ കുറച്ചിട്ടാൽ മതി. അതനുസരിച്ച് മിക്സ് ചെയ്ത് 10 മിനിറ്റ് ഇരുന്നാൽ അത്ര നല്ലതാണ്. അതെല്ലാം കൂടെ അങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കി ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കുക്ക് ചെയ്യാറായോ? 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത് എന്ത് ഓയിലാണ്? നോർമൽ കുക്കിംഗ് ഓയിൽ, കോൺഫ്ലവർ, സൺഫ്ലവർ ഓയിൽ. കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഒരു ഡീപ് ഫ്രൈ ആണ് അല്ലേ? ഇത് ഈ ലോലിപോപ്പ് കുട്ടികളെയൊക്കെ പറ്റിയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ല, ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ടർ. ഇറ്റ്സ് എ വെരി നൈസ് സ്റ്റാർട്ടർ. ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ലൊരു സ്റ്റാർട്ടർ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഡിഷ്. ഞങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് ഭയങ്കര സക്സസ്ഫുൾ ആയ ഡിഷാണ്. ശരി. പിന്നെ ഈ വന്ന ഗസ്റ്റുകളൊക്കെ പിന്നെയും വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇനി കോഴിക്കുഞ്ഞുങ്ങളുടെ വിങ്സിനെ പെതുക്കെ എടുത്ത് മെതുവ നോവിക്കാതെ എടുത്ത് അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യണം അല്ലേ? ശരി. ആരെങ്കിലും 2 പേരും കൂടെ വേണ്ടല്ലോ, ഒരാൾ ഇട്ടാലും. ഇത് ആക്ച്വലി ഒരു ചൈനീസ് ഡിഷാണ്. ചൈനയിൽ പോയപ്പോൾ പഠിച്ചാണോ? അല്ല, but we have made it like an Indian, we have modified it to an Indian version of it. നമ്മൾ അതിനകത്തൊരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇതൊരു പുറത്തേക്ക് ഒരു നല്ലൊരു ഡിഷായിട്ട് അവതരിപ്പിക്കുകയാണ്. ഓക്കെ. അല്ല, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചൈനീസ് ഡിഷിൽ നിന്നും നമ്മളൊരു ഇന്ത്യൻ ഡിഷിലേക്ക് കൺവേർട്ട് ചെയ്ത വ്യത്യാസങ്ങൾ എന്തൊക്കെ മോഡിഫിക്കേഷൻ? ബേസിക്കലി അതിൽ ഈ മല്ലിപ്പൊടി, നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ സ്പൈസസ് ഒന്നും ചൈനീസിൽ യൂസ് ചെയ്യില്ല. സോ ദാറ്റ്സ് ദ തിങ്, ദാറ്റ്സ് ദ മേജർ ഡിഫറൻസ്. മല്ലിയില നന്നായിട്ട് മല്ലിയില മല്ലിയില കൂടുതലായിട്ട് ഉപയോഗിക്കും. ഇപ്പൊ ഏതാണ്ട് നന്നായിട്ട് തിളച്ചു പറഞ്ഞു അല്ലേ? ഉദ്ദേശം എത്ര സമയം കൊണ്ട്? 10-15 minutes. ഒരു 10 minutes നമ്മൾ ഗാർണിഷ് മസാല ഒന്ന് പിടിക്കാൻ വെക്കണം. പിന്നെ ഫ്രൈങ് ടൈം ജസ്റ്റ് 5 minutes. ഇപ്പൊ എടുക്കാറായി. ശരി, പോയിരിക്കാം. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? കളർ മാത്രമല്ല, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. മുമ്പൊക്കെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് ഈ ചിക്കനൊക്കെ നമ്മുടെ വീട്ടിൽ റെഡി ആയിക്കൊണ്ടിരുന്നത്, വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ എല്ലാ ദിവസവും ചിക്കൻ തന്നെയാണ് മലയാളികളുടെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാന ഘടകം. അങ്ങനെയുള്ളവർക്ക് കൃത്യമായിട്ടും കുട്ടികൾക്കായാലും മറ്റുള്ളവർക്കായാലും വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷ് തന്നെയാണ് ഇത്. ചൈനയിൽ നിന്ന് വന്നെങ്കിലും ഇത് ഇന്ത്യയിൽ എത്തി, എറണാകുളം ഭാഗത്ത് ഒക്കെ അല്ലേ?
നമ്മുടെ ചിക്കൻ ലോലിപോപ്പ്, അതും ഇന്ത്യൻ സ്റ്റൈൽ. ഇന്ത്യൻ സ്റ്റൈൽ. ചൈനയിൽ നിന്ന് എത്തിയതാണെങ്കിലും ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ ലോലിപോപ്പാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മല്ലിയിലെയും കൊറിയാണ്ടർ പൗഡറും ഒക്കെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഡിഷ്. ഇനി ഒരു അത്തപ്പൂക്കളമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇത് അത്തപ്പൂക്കളമല്ല, ഇത് നന്നായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. UAE ഉമർ ഖുയിലെ ഒരു പ്രഭാതമാണ്. ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെസേർട്ട് ഡ്രൈവാണ്. പ്രേക്ഷകർക്ക് വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പുതുമകൾ പകർന്നു നൽകിയ മറുനാടും മലനാടും ഇന്ന് തൽക്കാലം ഇവിടെ പൂർണ്ണമാകുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് മറുനാടും മലനാടിൻ്റെയും ശക്തി. അതുകൊണ്ട് എഴുതാൻ മറക്കരുത്, സമ്മാനങ്ങൾ നേടാനും മറക്കരുത്. എല്ലാവർക്കും സമ്മാനങ്ങൾ എഴുതുക, സമ്മാനങ്ങൾ നേടുക. മറുനാടും മലനാടും ഇനി അടുത്ത ആഴ്ച.